ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിന് നിർണായകമായ മറ്റൊരു നടപടിയുമായി പ്രത്യേക അന്വേഷണ സംഘമായ SIT രംഗത്തെത്തി. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് കണ്ടെത്തുന്നതിനായി സന്നിധാനത്ത് ശ്രീകോവിലിന്റെ പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴ്ഭാഗവും ഇളക്കി അതിന്റെ ഭാരം കൃത്യമായി അളന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ അളവ് തൂക്ക വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയായിരുന്നു ഈ പരിശോധന. മിഥുനമാസ പൂജയ്ക്കായി ഞായറാഴ്ച വൈകിട്ട് നട തുറന്നതിന് ശേഷമാണ് SIT സംഘം സോപാനത്തെത്തി നടപടികൾ ആരംഭിച്ചത്. ശ്രീകോവിലിന്റെ കട്ടിളയുടെ മുകളിൽ ചിത്രപ്പണികളോട് കൂടിയ 3 ഭാഗങ്ങളുള്ള പ്രഭാമണ്ഡലമാണ് ആദ്യം അഴിച്ചുമാറ്റിയത്. പിന്നീട് ഇവ ദേവസ്വം ഓഫീസിനോട് ചേർന്ന ഭാഗത്തേക്ക് മാറ്റി അവിടെ വെച്ചാണ് തൂക്കം രേഖപ്പെടുത്തിയത്. അതോടൊപ്പം ശ്രീകോവിലിലേക്ക് പ്രവേശിക്കുന്ന കട്ടിളപ്പാളിയുടെ ഭാഗവും ഇളക്കി പരിശോധിച്ചു. അതിനായി കട്ടിളയുടെ വശങ്ങളുടെ പാളികളും അഴിച്ചു മാറ്റേണ്ടി വന്നിരുന്നു. അതീവ സൂക്ഷ്മതയോടെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുമാണ് മുഴുവൻ നടപടികളും പൂർത്തിയാക്കിയത്. മുൻപ് 2 ഘട്ടങ്ങളായി ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളികൾ, വശങ്ങളിലെ തൂണുകൾ എന്നിവയിൽ നിന്ന് SIT സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ സാമ്പിളുകൾ മുറിച്ചെടുത്തില്ല. പകരം ഭാരം കൃത്യമായി നിർണയിക്കുന്നതിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 1998 വ്യവസായിയായ വിജയ് മല്യയുടെ സംഭാവനയായി സ്വർണം പൊതിഞ്ഞ ഭാഗമാണ് ഈ പ്രഭാമണ്ഡലം. പിന്നീട് 2019 2025 സ്വർണം പൂശൽ നടന്നെങ്കിലും പ്രഭാമണ്ഡലം ഇളക്കിയിരുന്നില്ല. അതിനാൽ ഇപ്പോൾ രേഖപ്പെടുത്തിയ ഭാരം മുൻകാല സ്വർണം പൂശലുകളിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി വിലയിരുത്താനും സ്വർണ്ണക്കൊള്ളയിൽ എത്ര സ്വർണം നഷ്ടമായെന്ന് കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് നിർണായക തെളിവായി മാറുമെന്നാണ് വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടങ്ങളിൽ ഈ പരിശോധനാ ഫലങ്ങൾ എന്തെല്ലാം വെളിപ്പെടുത്തുമെന്ന് ഇനി കാത്തിരുന്നു കാണാം.